നമസ്കാരം. കപ്പലിൽ നിന്നും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കാരണം അതിൽ കെമിക്കൽസും വിഷവും ഉണ്ടെന്നുള്ള ഒരു ധാരണ എല്ലായിടത്തും പരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലാണ്. 99% ആൾക്കാരും ഇപ്പോൾ മത്സ്യം വാങ്ങാറില്ല. നോക്കൂ, തീരദേശവാസികൾ എങ്ങനെയാണ് ജീവിക്കുക? എന്താണ് ഗവൺമെൻറ് ഒരു മൗനം അവലംബിക്കുന്നത്? അവർക്ക് ജീവിക്കണ്ടേ? വല്ലാത്ത മഴക്കാലവും കൂടെയാണ്. ഈ സമയത്ത് അവർ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അവരുടെ ഏക ഉപജീവന മാർഗം കടലമ്മയാണ്. അവിടെ നിന്നും കിട്ടുന്ന സമ്പത്താണ് അവർക്കാകെയുള്ള അവരുടെ ദൈനംദിന ചര്യകൾക്ക് വേണ്ട ആഹാരത്തിന് വേണ്ട പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റൂമർ പരക്കുമ്പോൾ, അതായത് റൂമറാണോ സത്യമാണോ എന്നറിയില്ല, അതിലാണ് കെമിക്കൽസും മറ്റും നിറഞ്ഞ കണ്ടെയ്നേഴ്സ് അങ്ങനെ നടക്കുന്നുണ്ട് കടലിൽ എന്നുള്ളത് വന്നപ്പോൾ ആരും മീൻ വാങ്ങുന്നില്ല. അപ്പോൾ ആ ജനങ്ങൾ പട്ടിണിയാവണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് അവനവൻ്റെ ജീവൻ നോക്കാതെ എടുത്തു ചാടി ജനങ്ങളെ രക്ഷിച്ച ആ മത്സ്യത്തൊഴിലാളികളെപ്പറ്റി? അവരെ രക്ഷിക്കണ്ടേ? അതോ അവർ പട്ടിണി കിടന്ന് മരിച്ചു പോകട്ടെ എന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. എന്താണ് ആ കണ്ടെയ്നേഴ്സിലെന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ എങ്ങനെ ആ കപ്പൽ അങ്ങനെ വന്നു, എങ്ങനെ താണു, അത് ഇവിടെ വരേണ്ട മാർഗം തന്നെയാണോ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ എന്നുമൊക്കെ അന്വേഷിക്കുക. വേണ്ടത് ചെയ്തു കൊടുക്കുക സർക്കാരെ. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അവരും മനുഷ്യർ തന്നെയാണ്, സഹോദരങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചും മനുഷ്യസ്നേഹികളായ മനുഷ്യർ.